Hello everyone, welcome to G-Pod. It's me, Nafi, and welcome to G-Pod Plus One Humanities. Yes, അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഒരു വെയിറ്റേജ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ഒന്ന് ഷെയർ ചെയ്യുക. ഇത്ര അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഏതാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഏതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ നേടാൻ ആഗ്രഹമുണ്ടോ. ഈ 3 കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എജ്യൂപോഡിൻ്റെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യട്ടെ. എജ്യൂപോഡിൻ്റെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ലൈവ് ലിങ്കുകൾ, ലൈവ് നോട്ടുകൾ, ഡെയിലി പ്ലാനുകൾ, കാര്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, എക്കണോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യൻ എക്കോണമിയും ഉണ്ട്, എക്കണോമിക് സ്റ്റാറ്റി നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് സ്റ്റാറ്റിയിലെ 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സും ഇന്ത്യൻ എക്കോണമിയിലെ 7 ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 മുതൽ 4 മാർക്ക് വരെ എന്ത് ചെയ്തേക്കാം, ചോദ്യം ചോദിച്ചേക്കാം. അത് സ്റ്റാറ്റിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മുതൽ 9 മാർക്ക് വരെ ചോദിക്കാം. ഓർഗനൈസേഷൻ ഡാറ്റ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 മാർക്ക് വരെയും, ഇന്ത്യൻ എക്കോണമി 1950 to 1990 എന്ന ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. സ്റ്റാറ്റിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 മാർക്കിന് വരെയും, സ്റ്റാറ്റിലെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെയും ചോദിക്കാം. ഇന്ത്യൻ എക്കോണമിയിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. ഇന്ത്യൻ എക്കോണമിയുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക്, പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് ചോദിക്കാം. അതേ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ നിന്ന് 4 മുതൽ 6 മാർക്ക്, റൂറൽ ഡെവലപ്മെന്റ് 5 മുതൽ 7 മാർക്ക്, അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയിലെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 മാർക്കിന് വരെയും എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് വെയിറ്റേജിൽ എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ആണ് എന്തിനുള്ളത്, ക്രിസ്മസ് എക്സാം ഉള്ളത്. ഇതിൽ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് ഉള്ള ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്ക് വരെ ചോദിക്കാം. ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്ന പണ്ടത്തെ ഫ്രോം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. കൾച്ചറൽ ഫോർമേഷൻ മിഡിൽ ഏജസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 16 മാർക്ക് വരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. നൊമാഡിക് എംപയർ എന്നുള്ള 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. 3 ഓർഡേഴ്സിൽ നിന്ന് 10 മുതൽ 15 മാർക്കിന് വരെയും, ചേഞ്ച് കൾച്ചർ ഡിഷനിൽ നിന്ന് 10 മുതൽ 15 മാർക്ക് വരെ എന്ത് ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഈ ഒരു ചാപ്റ്റർ ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഇനി നമ്മൾ പൊളിറ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആണ് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് അല്ലേ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 5 മുതൽ 8 മാർക്ക് വരെ, സെക്കൻഡ് ചാപ്റ്ററിന് 6 മുതൽ 8 മാർക്ക് വരെ, തേർഡ് ചാപ്റ്ററിന് 5 മുതൽ 7 മാർക്ക് വരെ, ഫോർത്ത് ചാപ്റ്ററിന് 5 മുതൽ 7 മാർക്ക് വരെ, ഫിഫ്ത്ത് ചാപ്റ്ററിന് 5 മുതൽ 7 മാർക്ക്, അതായത് 5th, 6th, 7th ചാപ്റ്റർ, 8th വരെയുള്ള ചാപ്റ്ററിൽ നിന്ന് 5 മുതൽ 7 മാർക്കിന് വരെയും, 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെയും, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 മാർക്ക് വരെയും ചോദിക്കാം. നിങ്ങൾക്ക് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പൊളിറ്റിക്കൽ തിയറി. അതിൽ 5 പാഠങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. എല്ലാ ഫസ്റ്റത്തെ 2 പാഠങ്ങളിൽ നിന്ന്, അതായത് പൊളിറ്റിക്കൽ തിയറി, ഫ്രീഡം എന്നുള്ള പാഠത്തിൽ നിന്ന് 3 മുതൽ 5 മാർക്ക് വരെയും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക. ബാക്കി ഇക്വാലിറ്റി എന്നുള്ള ചാപ്റ്ററിന് 5 മുതൽ 7 മാർക്ക് വരെയും, സോഷ്യൽ ജസ്റ്റിസും റൈറ്റ്സ് നിന്ന് 3 മുതൽ 5 മാർക്ക് വരെയും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് നമ്മൾ സോഷ്യോളജിയിലേക്ക് വരികയാണെങ്കിൽ, സോഷ്യോളജിയുടെ വെയിറ്റേജ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒഫീഷ്യലി ഡിക്ലെയർ ആയി കിട്ടിയിട്ടില്ല. അപ്പം എല്ലാ ചാപ്റ്ററും ഈക്വൽ ആണ്. അതായത് മൊത്തം ഒരു 8 ചാപ്റ്ററാണ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുള്ളത്, സോഷ്യോളജി പഠിക്കാൻ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ചുരുങ്ങിയത് 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോ. അടുത്തത് ജോഗ്രഫിയുടെ വെയിറ്റേജ് നമ്മളവിടെ സ്ക്രീനിൽ കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഈ 2 രീതിയിലാണ്. ജോഗ്രഫി 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഫണ്ടമെന്റൽ ഓഫ് ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, അതിന് ഇത്രയും മാർക്കിനായി ക്വസ്റ്റ്യൻസ് വരിക. അതേപോലെ തന്നെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, ഇത്രയും മാർക്കിനായിരിക്കും ഇതൊന്നും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ചാപ്റ്റർ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ, പിന്നെ സ്റ്റാറ്റി ഉണ്ട്, സ്റ്റാറ്റിയുടെ വെയിറ്റേജ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്റ്റാറ്റി ഏകദേശം ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടാകുന്ന ഓരോ ചാപ്റ്ററും ചുരുങ്ങിയത് ഒരു 10 മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നോട്ടുകൾ, ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, ലൈവിൻ്റെ നോട്ടുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നിർബന്ധമായും ജോയിൻ ചെയ്യണം. പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ലിങ്ക് നമ്മൾ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ക്ലാസ്സുകൾ, ഇതിൻ്റെ ലൈവുകൾ, ഇതിൻ്റെ PYQs, ഇതിന് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ എജ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, നമ്മൾ ലിങ്ക് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നമ്മുടെ ടീം നിങ്ങൾ എന്തെങ്കിലും വിളിക്കും. അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ബാക്കി കാര്യം ഞാൻ അവിടെ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകേണ്ട, ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.